നല്ലൊരു മോർണിംഗോട് കൂടിയിട്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണെന്നറിയോ, നല്ല കിളികളുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ എണീറ്റ് ഞാൻ വിൻഡോ ഷീറ്റ്സ് മാറ്റി നോക്കിയപ്പോഴേക്കും കിളികളെ കാണാം, ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്, അതിനിടയ്ക്കൂടെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി എനിക്ക്. എന്നിട്ട് ഞാൻ ആ ക്ഷീണത്തോടു കൂടി തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇന്നും എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. എന്നിട്ട് എനിക്ക് ആ വഴിക്ക് ജോലിക്കും പോകാനുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ അമ്പലത്തിൽ പോകാൻ വന്നപ്പോൾ അമ്പലത്തിൽ ചെണ്ട വേണം. അയ്യോ, ഇത് നാടാണോ ഇവിടെ UK ആണോ എന്നൊരു സംശയം. അടിപൊളി. ഹായ്, നാട്ടിൽ ഈ പ്രാവശ്യത്തെ ഉത്സവമൊക്കെ മിസ് ചെയ്യാൻ്റെ ഒരു ഫീലിംഗ് മാറി. അമ്പലത്തിൽ ചെന്നപ്പോൾ മൊത്തം ചെണ്ടമേളവും, അത് മാത്രമല്ല ഞാൻ ഭയങ്കരമായിട്ടും സർപ്രൈസായി. കാരണം മൊത്തം ഫോറിനേഴ്സ് കുട്ടികളായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവർക്കിന്ന് സ്കൂൾ ടൂർ നമ്മുടെ മുരുകൻ അമ്പലത്തിലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടുന്ന സമയം പോയി. പെട്ടെന്ന് തന്നെ ഓടിയില്ലേ സ്റ്റേഷനിലേക്ക്. ഇന്ന് എനിക്കിതിൽ കറങ്ങി ചുറ്റി പോകണമായിരുന്നു. പോകുന്ന വഴിക്ക് സ്റ്റേഷനിൽ ഇതെങ്ങനെയുണ്ടോ, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻസിലൊന്നും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ട്രെയിനാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ പെറ്റ്സൊക്കെ അവർക്ക് അലൗഡാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ഒരു ഫീലിംഗ് ആണ് അതിൻ്റെ അടുത്ത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ഭയങ്കര ഡൈഹാർഡ് പെറ്റ് ലവറാണ്. അങ്ങനെ ഇങ്ങനെ നോക്കി ഓവർ ഗ്രൗണ്ടിലാണ് പോയത്. ഇപ്പോൾ അനൗൺസ്മെൻ്റൊക്കെ കേട്ടൊരു താഴത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു സ്റ്റേഷനിലെത്തി. ഓവർ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു ലൈൻ, വിക്ടോറിയ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ കയറിയിട്ട് വേണം എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ദൂരമാണ്. എനിക്കിത് നോർമലി ഒറ്റ ട്രെയിനിൽ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ ചില ദിവസങ്ങളിൽ ചില ട്രെയിൻസ് ഒന്നും ഓടില്ല. ചിലപ്പോൾ എന്തെങ്കിലും വർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് ഇന്നൊന്ന് വളഞ്ഞു ചുറ്റിയൊക്കെയാണ് പോയത്. ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് പിടിച്ച് പോകുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ മിക്കപ്പോഴും ഈവൻ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പെറ്റ്സിനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടി, ഭയങ്കര രസമാണ്. നല്ല രസമാണ് അവരുടെ ഇങ്ങനെ ക്യൂട്ട് ആക്ഷൻസൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ പേടിയുള്ളവർക്ക് ചിലപ്പോൾ പേടിയാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരെല്ലാം പൊതുവേ ഒരു 90% ആൾക്കാരും ഈ ഒരു കാര്യത്തിന്, ഈ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഈ പെറ്റ്സൊക്കെ അലൗഡ് ആയത് അവരത് നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരണമെന്നേ, എന്നാലേ ഒന്ന് സ്വസ്ഥമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് സിനിമയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ എൻ്റെ സ്ഥലമെത്തി. സെൻട്രൽ ലണ്ടനിലാണ് ഞാൻ വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ എത്തി. പിന്നെ ജോലി സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോയും ഫോട്ടോഗ്രാഫി ഒന്നും നടക്കില്ല. ഇതൊക്കെ എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോ അവിടെ ഇവിടെയൊക്കെ വെച്ചെടുക്കും. അങ്ങനെ ഇരുന്ന് ലഞ്ച് ബ്രേക്കായി. അപ്പോൾ ലഞ്ച് ബ്രേക്ക് എന്ന് വെച്ചത് മുളപ്പിച്ച പയറിൻ്റെ മെഴുക്ക് വരട്ടിയും മോര് കറി, പിക്കിള്, അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. ഇതിനിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കൃത്യം ഒരു 4 ബോട്ടിൽ വെള്ളം തന്നെ കൃത്യമായിട്ട് കുടിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സുഖമാണ്. ഇപ്പം ഡെയിലി എണീക്കുമ്പോഴേ ആദ്യം വാട്ടർ ബോട്ടിലേക്ക് കൈ പോകുന്നുണ്ട്. അതൊരു സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഒരുപാട് കുടിച്ചില്ല, കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചേക്കും, എനിക്ക് വളരെ ആവശ്യമാണ്. പിന്നെ നൈറ്റ് അങ്ങനെ ഡിന്നറൊന്നും എടുത്തില്ല. ഒരു ഗ്ലാസ് പാൽ ഹോർലിക്സ് ഇട്ട് കുടിച്ചതോടും ഞാൻ ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ചു.